ഹലോ ഗൈസ്, ഏതോ ജന്മകൽപ്പന പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡിൽ നമ്മുടെ ശ്രുതി അശ്വിന്റെ അടുത്ത് ആ എഗ്രിമെന്റിന്റെ കാര്യം പറഞ്ഞ് അശ്വിനെ മാക്സിമം ഇട്ട് വട്ട് കളിപ്പിക്കുന്നുണ്ട്. പാതിരാത്രിയൊക്കെ അശ്വിനെ വിളിച്ച് എന്തെങ്കിലും സർവീസ് വേണോ സാർ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ അശ്വിൻ സഹി കെട്ട് നമ്മുടെ ശ്രുതിനെ കാണാൻ ശ്രുതിയുടെ വീട്ടിൽ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ ഒരു സർവീസും എനിക്ക് ഈ പാതിരാത്രി ആവശ്യമില്ല, നീ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട പാടെ തന്നെ നമ്മുടെ ശ്രുതി അവിടെ സോഫയിൽ തന്നെ ഇങ്ങനെ കിടക്കുവാണേ. അപ്പൊ നമ്മുടെ അശ്വിനാണെങ്കിൽ ശ്രുതി അവിടെ സോഫയിൽ വിട്ടിട്ട് പോകാൻ ഭയങ്കര ഒരു സങ്കടം. അങ്ങനെ തന്നെ നമ്മുടെ ശ്രുതിനെ എടുത്ത് പൊക്കി ബെഡിൽ കൊണ്ടേ കിടത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശ്രുതി ഇങ്ങനെ നമ്മുടെ അശ്വിന്റെ കോളറിൽ ഇങ്ങനെ മുറുക്കെ പിടിച്ചിരിക്കുമായിരിക്കേ. അപ്പൊ നമ്മുടെ അശ്വിനും കുറച്ചു നേരം നമ്മുടെ ശ്രുതിനെ കൈ വിടിപ്പിക്കാതെ തന്നെ അവിടെ നമ്മുടെ ശ്രുതിക്കൊപ്പം അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി അപ്പൊ കുറെ കഴിഞ്ഞായിരിക്കും ഇങ്ങനെ ഉറക്കം എണീക്കുമ്പോൾ നോക്കുമ്പോൾ അശ്വിൻ തന്റെ അടുത്ത് ഇരിക്കുക. അപ്പൊ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്, സാറ് പോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്, നീ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ പോവാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ അമ്മയും അമ്മായിയും വന്ന് നമ്മുടെ ശ്രുതിയെ ഭയങ്കര വിളിയാണ്, മോളെ രാവിലെ മുതൽ കരണ്ടും വെള്ളവും ഇല്ല, ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ കുളിച്ച് ഇതാക്കി, ഇനി നീ എന്ത് ചെയ്യും, നീ വീട്ടിലോട്ട് തിരികെ പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയുക. അപ്പൊ നമ്മുടെ ശ്രുതിക്ക് മനസ്സിലായി ഇതിന്റെയൊക്കെ പിന്നിൽ അശ്വിനാണെന്ന്. അപ്പൊ അശ്വിൻ നമ്മുടെ ശ്രുതിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നീ അങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ, എൻ്റെ ഒപ്പം ഇപ്പൊ വന്നില്ലെങ്കിൽ നിന്നെ കാരണം ബുദ്ധിമുട്ടാൻ പോകുന്നത് നിന്റെ അമ്മയും അമ്മായിയും തന്നെ ആയിരിക്കും. നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ വന്നാൽ അത്രയും പെട്ടെന്ന് അവർക്കും സുഖമായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ നമ്മുടെ ശ്രുതി ലാസ്റ്റ് നമ്മുടെ അശ്വിന്റെ കൂടെ പോകുവാണ്, തിരികെ വീട്ടിലേക്ക് പോകുവാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ പ്രീതിയും ആകാശം തമ്മിലാണെങ്കിൽ ഇപ്പോഴും ആ ഒരു പിണക്കത്തിൽ തന്നെയാട്ടോ. നമ്മുടെ ആകാശം ഇപ്പോഴും നമ്മുടെ പ്രീതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ഒരു പ്രീതി ഇപ്പോഴും അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ ആകാശ് ഇപ്പോഴും നമ്മുടെ പ്രീതിയോട് ഒരു അകൽച്ച ഇപ്പോഴും കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അതായത് പിണക്കമൊക്കെ മാറിയില്ലേ ആകാശേട്ടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രീതി ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ അശ്വിൻ ശ്രുതിനെയും കൊണ്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ശ്രുതിനെ കാണുമ്പോൾ നമ്മുടെ ആകാശിന് ചെറിയ ദേഷ്യമൊക്കെ ആവട്ടോ, ഇവളെന്തിനാ വന്നതെന്നുള്ള രീതിയിൽ നമ്മുടെ ആകാശ് ശ്രുതിനെ നോക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മുടെ ആകാശ് ഓഫീസിലേക്കൊന്നും പറഞ്ഞ് പോകുന്നുണ്ട്, അശ്വിൻ മുകളിലെ മുറിയിലേക്കൊന്നും പറഞ്ഞ് പോകുന്നുണ്ട്. പ്രീതി അപ്പോൾ വേഗം നമ്മുടെ ശ്രുതി എന്തെങ്കിലും ചോദിച്ചാൽ തനിക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ട് തന്നെ, പ്രീതി നീ വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, ഞാൻ ചായ എടുക്കാമെന്നും പറഞ്ഞ് പ്രീതി വേഗം തന്നെ അടുക്കളയിലോട്ടും പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ അഞ്ജലി നമ്മുടെ ശ്രുതിയുടെ അടുത്ത് വരുന്നുണ്ട്. ഭയങ്കര പഴയതുപോലെ ഭയങ്കര സന്തോഷമായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ശ്രുതി ഇങ്ങനെ അന്തം വിട്ട പോലെ നിൽക്കുവാട്ടോ. ഇത്രയും ദിവസം ഭയങ്കര ശത്രുവിനെ പോലെ കണ്ട അഞ്ജലി ചേച്ചി പെട്ടെന്ന് ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ വരുമ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. അപ്പൊ നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, ഇത്രയും ദിവസം ഞാൻ കരുതിയത് നീ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചതെന്നായിരുന്നു, പക്ഷെ ഇതൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതായിരുന്നു എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായി. ഇനി നിന്നോട് എനിക്കൊരു ദേഷ്യവും ഇല്ലാട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു നിമിഷങ്ങളാട്ടോ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതല്ലേ? നമ്മുടെ സെലിന്റെ കള്ളത്തരങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മുടെ ശ്രുതിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? നമ്മുടെ അശ്വിൻ നമ്മുടെ ശ്രുതിക്കും നമ്മുടെ അഞ്ജലിനെ എന്നേക്കുമായിട്ട് നമ്മുടെ ശ്യാമിൽ നിന്ന് പിടിച്ചു മാറ്റാൻ സാധിക്കുമോ? അതൊക്കെ കൂടാനായിട്ട് നമ്മുടെ ശ്രുതി അശ്വിൻ ആ ഒരു റൊമാൻസ് അത് കാണാനാണ് നമുക്ക് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലേ. അപ്പൊ അങ്ങനത്തെ നിമിഷങ്ങൾ തന്നെ ആവട്ടെ ഇനി വരാൻ പോകുന്നതും. കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.